ഹായ് ഡിയേഴ്സ്, സുഗമോദി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നന്ദനാണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥനോട് തൻ്റെ മാനസികാവസ്ഥ വളരെയധികം തന്നെ മോശമാണ്, താൻ പോയി മരിക്കാൻ വേണ്ടി പോവുകയാണെന്നൊക്കെ സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട്. സിദ്ധാർത്ഥനാണെങ്കിൽ തൻ്റെ മകൻ്റെ ഈ അവസ്ഥ കണ്ടിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രഭാവതിയാണെങ്കിൽ സിദ്ധാർത്ഥനോടായിട്ട് പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ ഇവിടുന്ന് മാറി നിൽക്കാം, അതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മകനെ തന്നെ നഷ്ടപ്പെടുന്നതായിരിക്കും. അവനെന്തായാലും നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ലോകത്ത് വേറെ ആരും സ്വന്തമെന്ന് പറയാൻ മറ്റാരും തന്നെ ഇല്ല. അവനെ എങ്ങനെയെങ്കിലും നമുക്ക് രക്ഷിക്കണം. ദേവിയാണെങ്കിൽ സത്യമെല്ലാം അറിഞ്ഞതുകൊണ്ട് തന്നെ പോലീസിനോട് ഏൽപ്പിക്കുമോ എന്ന് എനിക്ക് ഭയമുണ്ട്. അതുകൊണ്ട് ഇപ്പം എന്തായാലും തൽക്കാലം നമുക്ക് മറ്റൊരു വീട്ടിലോട്ട് മാറാമെന്നൊക്കെ സിദ്ധാർത്ഥനോട് പ്രഭാവതി പറയുന്നുണ്ട്. അങ്ങനെ പ്രഭാവതി പറഞ്ഞത് കൊണ്ട് തന്നെ സിദ്ധാർത്ഥനാണെങ്കിൽ അത് ശരിയാണെന്ന് തോന്നുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ പ്രഭാവതി പറഞ്ഞതിൻ്റെ കാര്യത്തിൽ സിദ്ധാർത്ഥനാണെങ്കിൽ മറ്റൊരു വീട് തയ്യാറാക്കുകയും പ്രഭാവതി നന്ദനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നന്ദനോടായിട്ടാണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ ഈ ഫോണിൻ്റെ ആവശ്യം നിനക്കില്ല, ആര് തന്നെ വിളിച്ചാലും നീ ഫോൺ എടുക്കേണ്ടതില്ല. എന്തായാലും ഈ സിമ്മ് കളഞ്ഞിട്ട് നിനക്ക് അച്ഛൻ വേറൊരു സിമ്മ് വാങ്ങിച്ചു തരാം, അതാണ് ഇനി യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മുടെ നന്ദൻ ചോദിക്കുന്നുണ്ട്, എന്തിനാച്ചാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനങ്ങ് പോലീസിൻ്റെ മുമ്പിൽ കീഴടങ്ങിയാൽ പോരെ, അതാവുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കില്ല അച്ഛാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, അതൊന്നും ശരിയാവില്ല, സത്യമാണോ അല്ലയോ, അവൻ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് നോക്കണം. അങ്ങനെ നീ വിചാരിക്കുന്ന പോലെ ജയിൽ അത്ര വലിയ സുഖകരമായ കാര്യമൊന്നുമല്ല മോനെ, നിനക്കറിയാമല്ലോ, ഒരു കൊലപാതകമൊന്നും നീ ആയിട്ടില്ല. എന്തായാലും നീ എൻ്റെ അടുത്ത് അറിയാതെ പറ്റിപ്പോയതല്ലേ, എന്താണ് അതിൻ്റെ സത്യാവസ്ഥ എന്ന് നമുക്ക് അറിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. നമുക്ക് ഋഷിയുടെ വീട് വരെയൊക്കെ പോയി അന്വേഷിക്കാനൊക്കെ ഉണ്ട്. എന്നിട്ട് നിനക്ക് പോലീസിൻ്റെ മുമ്പിൽ അങ്ങനെ കീഴടങ്ങാം എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നീ കീഴടങ്ങിക്കോ. പക്ഷെങ്കിൽ എന്തായാലും പെട്ടെന്ന് എടുത്ത് ചാടിയൊന്നും ചെയ്യേണ്ടതില്ല. പിന്നെ ദേവിയെ വിളിച്ചാൽ പോലും നീ കോൾ എടുക്കരുത്. കാരണം നമ്മൾ ഇങ്ങോട്ടേക്ക് മാറിയത് മറ്റാരും തന്നെ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നീ ആരോടും തന്നെ പറയാനും പാടില്ല. അത് കെവിനും ഇസബെല്ല പോലും അറിയാൻ പാടില്ലെന്നൊക്കെ നന്ദൻ്റെ അടുത്താണെങ്കിൽ നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, അമ്മ പറഞ്ഞതുപോലെ നീ അനുസരിക്കണം ഈ കാര്യമെങ്കിലും. എന്തായാലും അമ്മ പറയുന്നതെല്ലാം ശരി തന്നെയാണ്, നിൻ്റെ ഭാവിയെ ഓർത്താണ് ഞങ്ങളീ പറയുന്നത്. നീ എന്തായാലും മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത്. എന്തായാലും ഈ വീട്ടിൽ തന്നെ ഇരിക്കുക. അച്ഛൻ എന്തായാലും പുറത്തിറങ്ങിയ കാര്യങ്ങളൊക്കെ എന്താണ് ഏതാണെന്നൊക്കെ അന്വേഷിക്കാം. എന്തായാലും ദേവിയോട് അച്ഛൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് സമയം തരണം. എന്തായാലും സത്യം ഞങ്ങൾ തെളിയിച്ചിരിക്കും. എൻ്റെ മകൻ ഒരാളെയും കൊന്നിട്ടില്ലെന്ന് എനിക്ക് തെളിയിച്ചാലേ മതിയാവുമെന്നൊക്കെ ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്. അവൾ എന്തായാലും കുറച്ച് സമയം എനിക്ക് തന്നിട്ടുണ്ട്. എന്തായാലും അവൾ MLA ആയതുകൊണ്ട് തന്നെ എന്ത് സഹായം വേണമെങ്കിലും എനിക്ക് തരാമെന്നും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ നമ്മുടെ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട് നന്ദനോടായിട്ടാണെങ്കിൽ. അപ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഞാൻ എന്തായാലും എത്രയോ ഒരാളെ കൊന്നില്ല അച്ഛാ, ഇനിയിപ്പോൾ എന്തിനാണ്, അവളെൻ്റെ ജീവിതത്തിൽ ഇനി വരുമോ ഇല്ലയോ എന്ന് പോലും എനിക്കറിയില്ല, എനിക്കെൻ്റെ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, നിനക്കൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല, ദേവിയെ തിരിച്ച് നമുക്ക് എന്തായാലും കൂട്ടിക്കൊണ്ടുവരാം, അതൊക്കെ പിന്നീടുള്ള കാര്യമാണ്. ഇപ്പം നിന്നെ എങ്ങനെയെങ്കിലും കേസിൽ നിന്ന് രക്ഷിക്കുക എന്നതാണ് ഞങ്ങളുടെ മുമ്പിൽ ആകെയുള്ള വഴി. അതുകൊണ്ട് നീ അതൊന്നും ആലോചിച്ചിപ്പോൾ ടെൻഷൻ അടിക്കരുത്, എല്ലാ കാര്യങ്ങളും ശരിയായിരിക്കും എന്നൊക്കെ സിദ്ധാർത്ഥനാണെങ്കിൽ നന്ദനോടായിട്ട് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഗിരീഷാണെങ്കിൽ ദേവിയെ പറഞ്ഞ കാര്യങ്ങളെല്ലാം മറന്നതുകൊണ്ട് തന്നെ നമ്മുടെ നന്ദനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട്. നന്ദൻ്റെ വീട്ടിലാണെങ്കിൽ അവിടെ ചെന്ന് ഗിരീഷ് മനസ്സിലാക്കുന്നുണ്ട് നന്ദനും വീട്ടുകാരും അവിടെ ഇല്ല, സ്ഥലം മാറി പോയിട്ട് 2 ദിവസം ആയിട്ടുണ്ടെന്ന്. അങ്ങനെ ഗിരീഷാണെങ്കിൽ നന്ദൻ്റെ ഫോണിൽ വിളിക്കുമ്പോൾ നന്ദനാണെങ്കിൽ കോൾ എടുക്കുന്നില്ല. അതിനുശേഷമാണെങ്കിൽ സിദ്ധാർത്ഥനെ വിളിക്കുന്നുണ്ട്, ഞാൻ നിങ്ങളുടെ ഈ വീട്ടിലുണ്ട് എന്നുള്ള കാര്യം ഗിരീഷിനെ പറയുന്നുണ്ട്. അപ്പോൾ സിദ്ധാർത്ഥൻ പറയുന്നുണ്ട്, ഞങ്ങൾ അവിടുന്ന് താമസം മാറിയിട്ട് ഇപ്പോൾ 2 ദിവസമായി, എന്തായാലും നീ പുതിയ വീട്ടിലോട്ട് വാ എന്ന് പറയുന്നുണ്ട് ഗിരീഷിനോടായിട്ടാണെങ്കിൽ. അപ്പോൾ ഗിരീഷാണെങ്കിൽ അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. അതിനുശേഷം സിദ്ധാർത്ഥനാണെങ്കിൽ പ്രഭാവതിയോട് പറയുന്നുണ്ട്, ഗിരീഷ് എന്തായാലും ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട്, എന്താണെന്നറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പ്രഭാവതി ആണെങ്കിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഗിരീഷിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നുണ്ട്. അതിനുശേഷം ഗിരീഷ് പറയുന്നുണ്ട്, ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അവൻ്റെ അവസ്ഥ ഇപ്പോൾ വളരെയധികം മോശം തന്നെയാണ്, എനിക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടായി ആ കാര്യങ്ങൾ, അതുകൊണ്ടാണ് ഞാൻ തന്നെ ഇങ്ങോട്ടേക്ക് വന്നത്. പിന്നെ ദേവിക മറ്റൊരു കാര്യം കൂടെ പറഞ്ഞിരുന്നു, പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന്. കാരണം സമയങ്ങൾ അധികം നമുക്ക് മുമ്പിലില്ല, കാരണം ഇത് പോലീസ് അറിഞ്ഞാൽ പിന്നെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതായിരിക്കില്ല എന്നൊക്കെയാണ് ദേവിക പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സത്യാവസ്ഥ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് കണ്ടുപിടിച്ചേ മതിയാവുള്ളൂ. നന്ദൻ എന്തായാലും ഒരാളെ കൊന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ എന്തെങ്കിലും സത്യമുണ്ടോ, നന്ദൻ അയാളെ കൊന്നിട്ടുണ്ടോ, അയാൾ മരിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും നമുക്ക് മുന്നിൽ അതിന് സമയമില്ല. അപ്പോൾ പ്രഭാതി പറയുന്നുണ്ട്, അഥവാ പോലീസ് കേസായാൽ ഞാൻ തന്നെയാവാം പ്രതി. കാരണം എൻ്റെ മകനെ ഒരിക്കലും ജയിലിലേക്ക് വിട്ടയക്കാൻ എനിക്ക് തയ്യാറല്ല ഞാൻ. അതുകൊണ്ട് തന്നെ എന്തായാലും ഞാൻ തന്നെ ജയിലിൽ പോകുമെന്നൊക്കെ പ്രഭാവതി കരഞ്ഞുകൊണ്ട് പറയുന്നുണ്ട്. അപ്പോൾ ഗിരീഷ് പറയുന്നുണ്ട്, നിങ്ങളിങ്ങനെ വിഷമിക്കാതെ ഞാൻ എന്തായാലും ഒന്ന് നന്ദുവിനെ പോയി കാണട്ടെ, അവനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനും പറയാനൊക്കെ ഉണ്ട്. നന്ദുവിൻ്റെ റൂം എവിടെയാണെന്നൊക്കെ ചോദിച്ചിട്ട് നന്ദുവിൻ്റെ റൂമിലോട്ട് നമ്മുടെ ഗിരീഷാണെങ്കിൽ പോകുന്നുണ്ട്. അതിനുശേഷം ഗിരീഷാണെങ്കിൽ
നന്ദുവിന് അടുത്ത് ചെന്നിട്ട് നന്ദുവിനോട് പറയുന്നുണ്ട്, നിനക്ക് എന്താ പറ്റിയത്, നീ ഇങ്ങനെ ഒന്നും ആയിരുന്നില്ലല്ലോ, നീ എന്താ ഇങ്ങനെ ആയിപ്പോയത്, എന്ത് പറ്റി നിനക്ക് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. നന്ദു ആണെങ്കിൽ ഗിരീഷിനെ കണ്ട ഉടൻ തന്നെ പൊട്ടിക്കരയുന്നുണ്ട്. ഒന്നും അറിയില്ല, ഞാൻ ഇങ്ങനെ ആയതിന് കാരണം എന്താണെന്നും എനിക്കറിയില്ല, എൻ്റെ ഭാര്യയെ നഷ്ടമായി, ഇപ്പം ഇതാ എൻ്റെ ജീവിതം നഷ്ടമാവാൻ വേണ്ടി പോവുകയാണ്, ഞാൻ ജയിലിലേക്കാണ് പോകുന്നത്. ദേവിക എന്തായാലും പോലീസിനോട് ഈ വിവരങ്ങളെക്കുറിച്ച് പറയുമെന്നാണ് എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല പേടിയുണ്ട് ഗിരീഷേട്ടാ. ഞാനായിട്ട് അയാളെ കൊല്ലണമെന്ന് വിചാരിച്ച് കൊന്നൊന്നുമല്ല. പക്ഷേങ്കിൽ അയാൾ ജീവനോടെ ഇല്ലെന്നുള്ള കാര്യം എനിക്ക് ഉറപ്പ് തന്നെയാണ്. അവനെപ്പറ്റി എപ്പോഴും ഇസബെല്ലയും കെവിനും എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ഈ കാര്യങ്ങളെല്ലാം അവർക്ക് എങ്ങനെ അറിയാമെന്ന് നമ്മുടെ ഗിരീഷാണ് ചോദിക്കുന്നുണ്ട് നന്ദനോട്. അപ്പോൾ നന്ദൻ പറയുന്നുണ്ട്, കെവിനും കൂടെ ഉണ്ടായിരുന്നു ആ കൊല ചെയ്യാൻ വേണ്ടിയിട്ട്, മനഃപൂർവ്വം കൊന്നതൊന്നുമല്ല. അങ്ങനെ ഇസബെല്ലയ്ക്ക് എങ്ങനെ ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയാമെന്നൊക്കെ പറയുമ്പോൾ നന്ദനാണെങ്കിൽ എല്ലാ കാര്യങ്ങളും വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ ഗിരീഷിനാണെങ്കിൽ ഇസബെല്ലയും കെവിനെയും കൂടെ സംശയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇടയാവുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും നീ പേടിക്കണ്ട, നമുക്ക് എന്തായാലും വരുന്നിടത്ത് വെച്ച് കാണാം. എന്തായാലും പോലീസ് സ്റ്റേഷനിലൊന്നും കയറേണ്ടി വരില്ല, സത്യങ്ങളെല്ലാം അതിൻ്റെ മുന്നേ തെളിവായിരിക്കും. അതുകൊണ്ട് പേടിക്കാതിരിക്കുക, നമുക്ക് ദേവിയെ എന്തായാലും തിരിച്ചു വരുത്താം, അതൊന്നും നീ പേടിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ നമ്മുടെ ഗിരീഷാണെങ്കിൽ നമ്മുടെ നന്ദന് കുറച്ച് സമാധാനമായിട്ട് രീതിയിലൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഇസബെല്ലയാണെങ്കിൽ നന്ദൻ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ല, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. അപ്പോൾ കെവിനാണെങ്കിൽ പറയുന്നുണ്ട്, നമ്മളവനെ ഇത്രയും കാലം ചതിക്കായിരുന്നില്ലേ, അതൊക്കെ അവൻ തിരിച്ചറിഞ്ഞ് കാണും ചിലപ്പോൾ, അതായിരിക്കും അവൻ കോൾ എടുക്കാത്തത്. എന്തായാലും നമുക്ക് എന്തോ വലിയൊരു പ്രശ്നം വരാൻ വേണ്ടി പോവുകയാണെന്നാണ് എൻ്റെ മനസ്സ് പറയുന്നതൊക്കെ ഇസബെല്ല കെവിനോടായിട്ട് പറയുന്നുണ്ട്. അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ സിദ്ധാർത്ഥനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ അരുന്ധതി വരുന്നുണ്ട്. ഇനിയിപ്പോൾ എന്തായി തീരുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. അങ്ങനെയാണ് ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നത്. നിങ്ങൾക്ക് ഈ ഒരു സീരിയൽ ഇഷ്ടമാണെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോൾ മറ്റൊരു എപ്പിസോഡായിട്ട് വരാം. ബായ്.